വിപിൻ സി വിജയൻ കൂടി ചേർന്നു കൊച്ചിയിൽ നിന്നും. വിപിൻ, കൊച്ചിയിലും അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഇവിടെ ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 ആർക്ക് മേൽക്കൈ ആര് പിന്നിൽ പോയി എന്നതിനപ്പുറം ഇക്കുറി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും കടുത്ത പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരു മുന്നണികളും കൂടാതെ BJP-യും. അതുകൊണ്ട് കൊച്ചിയിൽ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതിന് ശേഷം നേതൃത്വങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞോ വിപിൻ? ഹാഷ്മി, കാത്തിരുന്ന തീയതി എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അത് ഡിസംബർ 9-നായിരിക്കും എറണാകുളത്ത് വോട്ടെടുപ്പ് ഉണ്ടാവുക. അപ്പോൾ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിരുന്നു. ആരൊക്കെ മത്സരിക്കുമെന്നതിനൊക്കെ സംബന്ധിച്ച് ഏറെക്കുറെ ഒരു വ്യക്തത അത് UDF-നും LDF-നെ സംബന്ധിച്ചും ഉണ്ട്. കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ കപ്പിനും ചുണ്ടിനുമിടയിൽ UDF-ന് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇതിനോടകം തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ VD സതീശനാണ് അതിൻ്റെ ഒരു ചുമതലയുള്ളത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് 2 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു സമവായ ചർച്ചകൾ LDF-ലും നടന്നിട്ടുണ്ട്. LDF-ലെ സീറ്റ് ധാരണകൾ ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഒരുപക്ഷെ LDF-ന്റെ സീറ്റും ആർക്കൊക്കെ എന്നതിനെ സംബന്ധിച്ചും അതിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. 5 സീറ്റുകളാണ് ഇപ്പോൾ BJP-ക്കുള്ളത്. അത് കൂട്ടുക എന്നുള്ളത്, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ഇതിനോടകം ലക്ഷ്യമിടുന്നത്. മധ്യകേരളത്തിൽ പൊതുവെ അവർ പ്രതീക്ഷിക്കുന്ന കുറച്ച് സീറ്റുകളുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ കൂടുതലായി സീറ്റുകൾ, അവിടെ ഒരു ഭരണം പിടിക്കാം എന്ന് വരെ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ഒരു വർക്ക് ഇതിനോടകം തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സജീവമായി തന്നെ ഓരോ കോർപ്പറേഷനും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുന്നണികളെല്ലാം തന്നെ രംഗത്ത് ഇതിനോടകം തന്നെ ഉണ്ട്. പക്ഷേ നേതൃത്വങ്ങൾക്ക് ഒക്കെ തമ്മിൽ ചില എല്ലാവരും ഒരുമിച്ചാണ് എന്ന് പറയുമ്പോൾ പോലും അടിയൊഴുക്ക് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇപ്പോഴും പറയാൻ കഴിയുകയില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ഒരു വികാരം അത് പുറത്തു വരും എന്നുള്ളതാണ്. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് തന്നെ പ്രതിഫലിക്കാം. അത് CPM ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസുമായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങൾ ചില പ്രദേശങ്ങളിലുണ്ട്. കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും മുസ്ലിം ലീഗിനടക്കം ചില അസ്വാരസ്യങ്ങൾ ചില വാർഡുകളെയൊക്കെ സംബന്ധിച്ചും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സജീവമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആർക്ക് ഒപ്പം നിൽക്കും എന്നുള്ളത് പറയാൻ കഴിയുകയില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ UDF-നൊപ്പം ഒപ്പം നിന്നിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മുനിസിപ്പാലിറ്റിയൊക്കെ 13 ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കരുത്ത് തെളിയിക്കാൻ 2020 ഇറങ്ങുന്നു, V4 കൊച്ചി ഇറങ്ങുന്നു. അപ്പോൾ എത്രത്തോളം ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. 2020 ഒക്കെ 60ഓളം സീറ്റുകളിൽ നടക്കും. 1600 സീറ്റുകളിലും മത്സരിക്കാനൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രഖ്യാപനം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.